ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്കു മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെനിക്ക് അർഹതയൊന്നുമില്ല. എനിക്കെന്റെ റസൂലുള്ള മാപ്പു നൽകുമോ? എന്നോടും ഒന്നു തങ്ങൾ പുഞ്ചിരിക്കുമോ? തപിക്കുന്ന ഹൃദയമിലേക്കൊന്ന് നോക്കുമോ? മരിക്കുന്ന മുമ്പേ അങ്ങിലേക്കു ചേർക്കുമോ? മരിക്കുന്ന മുമ്പേ അങ്ങിലേക്കു ചേർക്കുമോ? ഹബീബ് മാപ്പ് നൽകുന്ന ചില അടിമകളുണ്ട്. അവരെല്ലാവരും രക്ഷപ്പെട്ടവരാണ്. മഹ്ശറിൽ കോടാനക്കോടി ജനങ്ങൾ തലതാഴ്ത്തി നിൽക്കും. രാഷ്ട്രീയക്കാരൻ തലതാഴ്ത്തി നിൽക്കും. ഭരണാധികാരി തലതാഴ്ത്തി നിൽക്കും. എല്ലാ സമ്പന്നരും തലതാഴ്ത്തി നിൽക്കും. ആയിരങ്ങൾ സിന്ദാബാദ് വിളിച്ച നേതാക്കൾ മുഴുവനും തലതാഴ്ത്തി നിൽക്കും. കോടാനക്കോടി ജനങ്ങൾ മഹ്ശറിലുണ്ട്. നമ്മളെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടും. ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ വകുപ്പില്ല. കോടാനക്കോടി ജനങ്ങളും തലതാഴ്ത്തി അലറിക്കരയുമ്പോ ഒരാൾ മാത്രം ലോകത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ രാജകിരീടമണിഞ്ഞ് തല ഉയർത്തി നിൽക്കും. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അമുസ്ലിമായ മനുഷ്യൻ ആഖിറത്തിൽ കടന്നു വരികയാണ്. എങ്ങാനും അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിന്റെ അരികിൽ പോയി പറയുന്നു, പടച്ചോനെ, ഇവൻ അമുസ്ലിമാണ്, ഈമാനില്ല, സുജൂദില്ല, നന്മയില്ല, സ്വതക്കയില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഇവനെ സ്വർഗത്തിൽ കടത്തണേ എന്നെങ്ങാനും ഹബീബായ അക്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞാൽ രണ്ടാമതൊരു സംസാരമില്ല. അവിടുത്തെ ശഫാഅത്തുൽ ഉൽമയുടെ പവർ കൊണ്ട് ആ മുസ്ലിം വരെ സ്വർഗത്തിൽ കടക്കുമെന്നാണ്. അവിടുത്തെ മാപ്പ് ലഭിച്ചവരെല്ലാവരും രക്ഷപ്പെടും. അവൻ ഫാസിഖാണെങ്കിലും രക്ഷപ്പെടും. ചില അടിമകൾ സിറാത്ത് പാലം കടക്കുമ്പോ അള്ളാന്റെ ഹബീബ് അവിടെ കാവല് നിൽക്കും. എന്നിട്ട് അവൻ നടന്നു പോകുമ്പോ അള്ളാനോട് പറയും, പടച്ചോനെ, ഓൻ പാപിയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട്, അവന്റെ ജീവിതത്തിൽ കുറെ അബദ്ധം വന്നിട്ടുണ്ട്, പക്ഷെ അവൻ പാവമാണ്, അല്ലാഹുമ്മ സല്ലിം, ഓനെ രക്ഷപ്പെടുത്തണേ അല്ലാ. മുസ്തജാബ് ദുആയ തങ്ങൾ അങ്ങനെ പറഞ്ഞാൽ